ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 123-ാമത്തെ സങ്കീർത്തനത്തിലെ 2-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുന്നതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വല്ലാത്ത പ്രതിസന്ധികളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുമ്പോൾ, മഹാമാരി ലോകത്തിൽ താണ്ഡവ നൃത്തം ചവിട്ടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, രക്ഷിക്കാൻ കഴിവുള്ള ദൈവം ഈ ലോകത്തൊന്നേ ഉള്ളൂ. അവൻ്റെ കാരുണ്യത്തിൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ഇമവെട്ടാതെ അവിടുത്തോട് പ്രാർത്ഥിക്കാൻ ഒരു വലിയ ആഹ്വാനം കർത്താവ് ഈ നാളുകളിൽ നൽകുക. ക്രിസ്തീയ വിശ്വാസികൾ ഓരോന്നും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട വചനമാണിത്. ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുന്നത് വരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനെ തന്നെ നോക്കിയിരിക്കണം. ലോകത്തിൽ പാപം വർദ്ധിച്ച് വർദ്ധിച്ച് മലകൾ കണക്ക്, പർവ്വതം കണക്ക് ഉയർന്നു പൊങ്ങുമ്പോൾ ഈ ലോകത്തിന്റെ അരൂപി എല്ലാ തരത്തിലും വിളയാട്ടം നടത്തുകയാണ്. അവനെതിരെ പ്രവർത്തിക്കാൻ ദൈവമക്കൾക്കുള്ള ശക്തി മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കാരുണ്യത്തിലുള്ള ശരണപ്പെടല. ഈ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ശരണപ്പെടാം, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാം. ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ അഭയം പ്രാപിക്കാൻ ഏറ്റവും വലിയ യോഗ്യതയെന്ന് കാരുണ്യത്തിൻ്റെ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തിയപ്പോൾ ലോകത്തിലെ സമസ്ത പാപികൾക്കും, ഒരുപക്ഷെ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരുപാട് തവണ പല തരത്തിലുള്ള പാപത്തിന് അടിമപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പോലും ദൈവത്തിന്റെ കാരുണ്യം അപേക്ഷിച്ചുകൊണ്ട് ഒന്ന് നിലവിളിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവനെ രക്ഷിക്കാൻ, അവന്റെ പ്രാർത്ഥനകൾ ശ്രവിച്ച് ഉത്തരമരുളാൻ കാരുണ്യമുള്ള ഒരു ദൈവം ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്നവനാണ്, ചോദിച്ചാൽ ലഭിക്കുമെന്ന് അരുളി ചെയ്തവനാണ്, മുട്ടുവിൻ തുറന്നു കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്തവനാണ്. ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആ കാരുണ്യത്തിൽ ശരണപ്പെടാം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ കാരുണ്യം അപേക്ഷിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ അനന്ത കരുണയ്ക്ക് പിന്നിലുള്ളത് ഈശോയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവാണ്. ജോർദാനിൽ മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ നിറഞ്ഞ അഭിഷേകം, ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ആഹ്വാനത്തിലൂടെ ജോർദാനിൽ ഈശോ ഏറ്റുവാങ്ങിയ 6 അഭിഷേകത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈ ഒരു അഭിഷേകം നിറയണം. അത് ദൈവത്തിൻ്റെ കരുണയാൽ നമ്മളിലേക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള അഭിഷേകം, രോഗികളെ സുഖപ്പെടുത്താനുള്ള അഭിഷേകം, അനേകരുടെ ജീവിതങ്ങളിലെ മുറിവുണക്കാനുള്ള അഭിഷേകം, അനേകരുടെ ജീവിതങ്ങളിലെ സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കാനുള്ള അഭിഷേകം, നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് ഈ അഭിഷേകം ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് കരുണയോടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈ അഭിഷേകം പകരും. യേശുവിൽ വെളിപ്പെട്ട എന്തെല്ലാം കാരുണ്യം ഉണ്ടായിരുന്നോ ആ കാരുണ്യമെല്ലാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ലഭിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെടാനും ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ചറിയാനും ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. മന്ദതയിലോ മരവിപ്പിലോ പ്രാർത്ഥിക്കരുത്, അസ്വസ്ഥതയിലോ പലവിചാര ചിന്തയിലോ പ്രാർത്ഥിക്കരുത്. ഏകാഗ്രതയോടെ തീക്ഷ്ണതയോടെ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ കരുണ അപേക്ഷിച്ച് നിലവിളിക്കുന്ന ഒരു ദൈവമകന്റെ മകളുടെ സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തോടും തീക്ഷ്ണതയോടും കൂടെ കർത്താവിന്റെ നാമത്തെ ഒന്ന് ചേർന്ന് വിളിച്ചു സ്തുതിക്കട്ടെ. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ കാരുണ്യം അപേക്ഷിക്കുന്ന ഓരോ മക്കളും നിലവിളിക്കട്ടെ. കർത്താവേ, ലോകത്തിൽ പെരുകുന്ന തിന്മയുടെ അവസ്ഥകളെ കണ്ട് സങ്കടത്തോടെ നിലവിളിക്കുന്നു. കർത്താവേ, ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളോർത്ത്, രോഗപീഠകളോർത്ത്, പെരുകുന്ന മഹാമാരികളോർത്ത് തെരഞ്ഞെടുക്കപ്പെട്ട എന്ന നിലയിൽ ഞങ്ങൾ വിലപിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ അനന്ത കരുണ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. പെരുമഴ പോലെ അത്ഭുതങ്ങളുടെ അരുവി, കാരുണ്യത്തിന്റെ അരുവി ദൈവമക്കളിലേക്ക്, ലോകം മുഴുവനിലേക്ക് പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. അനേകരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കട്ടെ. അനേകരുടെ ജീവിത സങ്കടങ്ങൾ മാറിപ്പോകട്ടെ. അനേകരുടെ ജീവിത മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. അനേകരുടെ ജീവിതത്തിന്റെ അസ്വസ്ഥതകളിലേക്ക് ദൈവിക സമാധാനം നിറയട്ടെ. ആരാധന, 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 ആരാധന. ഈശോ, 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 നിന്റെ നാമത്തെ ഒരു കൂട്ടായ്മയിൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുന്നു. കൈകൾ
കരങ്ങൾ താഴ്ത്തി കൈകൾ കൊട്ടി. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. യേശുനാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. കരങ്ങൾ ഉയർത്തി കൊട്ടി. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. ആമേൻ. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കട്ടെ ദൈവമക്കൾ, ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മക്കളെ പ്രതി ആരാധിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തി പ്രവഹിക്കട്ടെ, വിശ്വാസത്തിന് വരം ലഭിക്കട്ടെ, ആത്മശക്തി അനേകരിലേക്ക് ഒഴുകി വരട്ടെ. ആരാധന ആരാധന ആരാധന. സൗഖ്യം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, ശക്തി ഒഴുകട്ടെ. രണ്ട് കരങ്ങള് കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തി ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർന്ന് അനേക മക്കൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ അവരുടെ ഹൃദയങ്ങളെ ചേർത്ത് വെച്ച് സ്നേഹത്തോടെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, കരങ്ങൾ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് യാചിച്ചാൽ മറുപടിയുണ്ട്. കർത്താവെ വിശ്വസിക്കുന്നു, വിശ്വാസത്തെ സ്വീകരിക്കുന്നു. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവനെ നിന്നിൽ ശരണം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. ഒത്തിരി മക്കളുടെ ജീവിതങ്ങളെ ചോദിച്ചാൽ തന്റെ ശക്തി കൊണ്ട് നിറയ്ക്കണം. അതു നിശ്ചയം. മരവിച്ചുപോയ മനസ്സുകൾ ആത്മാവിന്റെ ശക്തിയാൽ ചൂട് പിടിപ്പിക്കപ്പെടുന്നുണ്ട്. മക്കളുടെ സങ്കടങ്ങളുടെ കണ്ണീര് കർത്താവ് ഒപ്പിമാറ്റി സാന്ത്വനം പകരുന്നുണ്ട്, ശക്തി പകരുന്നുണ്ട്. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ജ്വലിക്കണമേ ജ്വലിക്കണമേ ജ്വലിക്കണമേ. യേശുവേ ആരാധന ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നോക്കിയിരിക്കാം. പാഷൻ ഓഫ് ക്രൈസ്റ്റ് ചിത്രത്തില് മനസ്സിനൊത്തിരി തരളിതമാക്കിയ ഒരു സീനുണ്ട്. അത് മറ്റൊന്നുമല്ല, യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളുടെ ഒരു കടന്നുവരവ്. ഈശോയുടെ പീഡാസഹന രംഗങ്ങളുടെ ഇടയിൽ വളരെ സുന്ദരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കാരുണ്യത്തിൻ്റെ മഹാപ്രകാശനമാണ് അവിടെ നമ്മൾ കണ്ടെത്തുന്നത്. അതായത് കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട് ഇവളെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുക. അവരൊക്കെ ക്രുദ്ധരായിട്ട് ക്രൂരത നിറഞ്ഞ കണ്ണുകളോടെ കല്ലുകൾ പിടിച്ച് എറിയാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന വാശിയോടെ തന്നെ നിൽക്കുക. സുവിശേഷകൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണെന്ന്. ഈശോയെ നമ്മളൊന്ന് കാണണം അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. വെറുതെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് നിലത്തെന്തൊക്കെയോ കുറിച്ചുകൊണ്ടിരിക്കുക.
എന്നിട്ട് തല ഉയർത്തി ഒരു വാക്ക് പറയാ, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ഇത് പറഞ്ഞിട്ട് പിന്നെ ഈ എഴുത്ത് തുടരുക. നമ്മളവിടെ കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തർ ദേഷ്യത്തോടെ ഈ കല്ല് നിലത്തെറിഞ്ഞിങ്ങനെ പോവുക. അവസാനം അവളും ഈശോയും മാത്രം അവശേഷിക്കുന്നുണ്ട്. അവളിങ്ങനെ നിലത്ത് ഇഴഞ്ഞിങ്ങനെ വരിക. എന്നിട്ട് അവൻ്റെ പാദം എവിടാന്ന് നോക്കാൻ പോലും ശക്തിയില്ലാതെ തപ്പി ഈ പാദം കണ്ടുപിടിച്ചിട്ട് ആ പാദത്തെ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പയ്യെ ആ മുഖത്തേക്ക് ഇങ്ങനെ മുഖം ഉയർത്തി നോക്കുന്ന ഒരു ചിത്രീകരണം. സുന്ദരമാണത്. കർത്താവ് ആ സമയത്ത് നോക്കുന്ന ആ കണ്ണുകളിൽ ഒരല്പം പോലും അസ്വസ്ഥതയില്ല, ഒരു കുറ്റപ്പെടുത്തലിന്റെ നോട്ടോടിയില്ല. മറിച്ച് കാരുണ്യത്തിന്റെ ഒരു നദി ഇങ്ങനെ മഹാപ്രവാഹം പോലെ ഒഴുകി വരുന്ന പോലെ തോന്നും. ഈശോയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പാഠം എന്ന് പറയുന്നത്, ഈശോ തന്നിൽ നിന്ന് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള ഏക കാര്യം, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവർ, ഈശോ മിശിഹായിൽ നിറഞ്ഞു നിന്ന ഈ കാരുണ്യത്തിന്റെ ശക്തിക്ക് പിന്നിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചറിയുന്ന വലിയൊരു സത്യമുണ്ട്. അത് വേറൊന്നുമല്ല കേട്ടോ, അവിടുത്തെ നയിച്ച പരിശുദ്ധാത്മാവാണ്. ആത്മാവിന്റെ ശക്തിയോടുകൂടെ അവൻ ഗലീലയിലേക്ക് പോയി എന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ടോ എന്ന് പ്രഘോഷിച്ചുകൊണ്ട് അവൻ ആരംഭിക്കുന്ന ധീരതയുടെ ഒരു പരസ്യ ജീവിതം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ മഹാകാരുണ്യത്തിന്റെ പ്രകാശനമാണ്. എത്രയോ ഇടങ്ങളിലാണ് ഈ കാരുണ്യം ഇങ്ങനെ പ്രവഹിക്കുന്നത് നമ്മൾ കാണുന്നത്. മത്തായി സുവിശേഷത്തിന്റെ 9:36 മുതലുള്ള വചനഭാഗത്ത് ഈശോ പറയാണ്, എനിക്ക് ഈ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമാണ്. എന്നിട്ട് ഈശോ പറയാണ്, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവൻ. മത്തായി സുവിശേഷത്തിന്റെ 10:1 വചനത്തിൽ നമ്മൾ കണ്ടെത്തുക, അവൻ 12 പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്നതിനെ കുറിച്ചാണ്. എന്താണ് നമ്മൾ തിരിച്ചറിയുന്ന സത്യം? മറ്റൊന്നുമല്ല, അവൻ ഈ തിരഞ്ഞെടുത്ത് അയക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താ? അവന്റെ അനുകമ്പയാ, അവന്റെ കരുണയാ. 4 സുവിശേഷങ്ങളിൽ വളരെ മനോഹരമായിട്ട് പലതവണ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോ പറയാ, എനിക്ക് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നു. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. വീണ്ടും പറയാ, എനിക്ക് ഈ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നു, അവർക്ക് അവൻ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു. എനിക്ക് ഈ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നു, അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനുകമ്പ തോന്നുമ്പോൾ, കരുണ തോന്നുമ്പോൾ പഠിപ്പിക്കുന്ന, സൗഖ്യം കൊടുക്കുന്ന, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, അവരുടെ ജീവിതങ്ങളിലേക്ക് മറ്റുള്ളവരെ സാന്ത്വനപ്പെടുത്താനും ശക്തിപ്പെടുത്താനും അയച്ചുകൊണ്ട് അവരെ സഹായിക്കുന്ന ഈശോ മിശിഹായുടെ അനന്ത കാരുണ്യത്തിന്റെ മുഖം നമ്മൾ വെളിപ്പെട്ട് കാണുമ്പോൾ ഈശോ പറയുന്നുണ്ട്, അതെന്റെ മുഖമല്ല, പിതാവിന്റെ കാരുണ്യത്തിന്റെ മുഖമാണ്. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവനായിരിക്കുവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കരുണ മുഴുവൻ പിതാവിൻ്റെതാണെന്ന് ഏറ്റുപറയുക. ഇന്ന് ഈ കാരുണ്യം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് നിറയുന്ന എങ്ങനെയെന്നറിയാവോ? പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഈ ആത്മാവിന്റെ ശക്തി നമ്മളിൽ നിറയുമ്പോഴാണ്. അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുന്ന നാളുകളാണല്ലേ. പന്തക്കുസ്സായുടെ നവ്യമായ ഒരു അഭിഷേകം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. നോക്കണേ, രോഗപീഠകളും അസ്വസ്ഥതകളും ഒക്കെ വീണ്ടും മനുഷ്യ ജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ട് പെരുകുന്ന നാളുകളിലാണിത്. ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് മക്കള് തങ്ങളുടെ ജീവിതങ്ങളെ വ്യയം ചെയ്തുകൊണ്ട്, തങ്ങളെ തന്നെ മറന്നുകൊണ്ട്, കഷ്ടതകൾ സഹിച്ച് അധ്വാനിക്കുന്ന ക്ലേശങ്ങളുടെ നാളുകളായത്. അവരോട് നമുക്ക് കരുണയുണ്ടാകണം കേട്ടോ. ഒരുപാട് പേരോട് കരുണ കാണിക്കുന്ന നന്മ നിറഞ്ഞ ആതുര സേവകര് ഈ നാളുകളിൽ ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതെന്നാ. ഒത്തിരി കരുതലുള്ള സഹോദര സ്നേഹത്തിന്റെ ഉറവ പറ്റിപ്പോയി മരുഭൂമികൾ സൃഷ്ടിക്കപ്പെടാത്ത നന്മ നിറഞ്ഞ നനവുള്ള ജീവിതങ്ങൾ ഇന്നുള്ളതുകൊണ്ടാകട്ടോ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇത്രയെങ്കിലുമൊക്കെ പച്ച പിടിച്ചു പോകുന്നത്. മറന്നു പോകരുത് ഈ സത്യത്തെക്കുറിച്ച്. ഈ കാരുണ്യം എവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ മറ്റെവിടുന്നും അല്ല, ഈശോ മിശിഹായുടെ മഹാകാരുണ്യത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന്.
യോഹന്നാൻ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിൽ 37 മുതലുള്ള വചനഭാഗത്ത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും എന്ന് ഈശോ മിശിഹാ പറഞ്ഞു വെച്ചത് പ്രിയപ്പെട്ടവരെ ഈ മഹാകാരുണ്യത്തിന്റെ ഒഴുക്കിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ആ കാരുണ്യത്തെ ആരുള്ളിലേക്ക് സ്വീകരിക്കുന്നോ അവരുടെയൊക്കെ ഉള്ളിൽ നിന്ന് എന്തൊഴുകിക്കൊണ്ടിരിക്കും? ഈ കാരുണ്യം ഇങ്ങനെ നദി പോലെ പലരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഓരോ തലങ്ങളിൽ ആവശ്യം വരുന്ന, ഓരോ ഇടങ്ങളിൽ ആവശ്യം വരുന്ന സകല വ്യക്തികളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ ഓർക്കുകയാണ്, ഈ ആതുര ശുശ്രൂഷ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന എത്രയോ വ്യക്തികളുടെ ഉള്ളിൽ ഇങ്ങനെ കാരുണ്യത്തിൻ്റെ മഹാ ഉറവയുണ്ടെന്ന് ഇല്ലേ? അതുകൊണ്ടല്ലേ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ഒത്തിരി പേരുടെ ജീവിതങ്ങളിലേക്ക് സ്നേഹം ഒഴുകുക, സാന്ത്വനം ഒഴുകുക, കരുതൽ ഒഴുകുക, സൗഖ്യം ഒഴുകുക. ഇതൊക്കെ ഈശോ മിശിഹായുടെ ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന കരുണാർദ്ര സ്നേഹത്തിന്റെ ഉറവയിൽ നിന്നാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആ മഹാപ്രവാഹത്തിന് പിന്നിലുള്ളത് ആത്മാവിന്റെ ശക്തിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞാനും നിങ്ങൾ ഈ ദിവസങ്ങളിൽ നല്ല സന്തോഷത്തോടെ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് ഈ കാരുണ്യം ഒരു മഹാപ്രവാഹം പോലെ, കൊച്ചരുവികൾ പോലെ, ചെറിയ ഇടവഴികളിലൂടെ ഒഴുകുന്ന തോട് പോലെ അനേകരുടെ ജീവിതങ്ങളിലേക്ക് ആവശ്യാനുസരണം ഒഴുകുന്നേ. അതുകൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ സ്വീകരിക്കണം. ആത്മാവിൻ്റെ നദി നമ്മളിലേക്ക് ഒഴുകി വന്നാലേ ഇത് നിറഞ്ഞിങ്ങനെ മറ്റുള്ളവരിലേക്ക് ഒഴുകുള്ളൂ. ഈശോ മിശിഹായുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഈ മഹാകാരുണ്യത്തിൻ്റെ പ്രകാശനം നമ്മളിങ്ങനെ ഒത്തിരി കണ്ടെത്തുന്നുണ്ട്. മർക്കോസ് സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൽ ഒരു പിശാച് ബാധിതനിൽ നിന്ന് അനേക പിശാചുകളെ ഈശോ പുറത്താക്കുന്നത് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അവനെ വിളിക്കുന്ന പേരാണ് ലഗിയോൻ. പിശാചിൽ നിന്ന് വിമുക്തി പ്രാപിച്ച് സൗഖ്യപ്പെടുന്നവൻ കർത്താവിനോട് പറയാണ്, കർത്താവേ, ദേ ഞാൻ നിന്നെ അനുഗമിക്കുക. ഈശോ പറഞ്ഞു, നീ വീട്ടിൽ നിന്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് ചെന്ന് കർത്താവ് നിനക്ക് വേണ്ടി എന്തു പ്രവർത്തിച്ചെന്ന്, എങ്ങനെ നിന്നോട് കാരുണ്യം കാണിച്ചെന്ന് അവരോട് പ്രഘോഷിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, ഈശോ മിശിഹാ പറഞ്ഞു വിടുകയാണ്, നീ പോയിട്ട് ദൈവം നിന്നോട് എന്ത് പ്രവർത്തിച്ചെന്ന്, എങ്ങനെ നിന്നോട് കരുണ കാണിച്ചെന്ന് നീ പ്രഘോഷിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാരുണ്യത്തെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും എന്നല്ല, ഓരോ നിമിഷവും സ്വീകരിക്കുന്നവരാണ് നമ്മളല്ലേ? അങ്ങനെയെങ്കിൽ എന്തേറെ പ്രഘോഷിക്കണം. ആ കാരുണ്യത്തെ എന്തേറെ പ്രഘോഷിക്കണമെന്ന്, ആ കാരുണ്യത്തിന് എത്രമാത്രം നമ്മുടെ ജീവിതങ്ങൾ സാക്ഷിയാകണമെന്ന് മത്തായി ശ്ലീഹായെ അവിടുന്ന് വിളിക്കുന്നത് ലൂക്കാസ് വിശേഷത്തിന്റെ 5-ാം അധ്യായം 27-ാം വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. നോക്കണേ, ലേവി, അതല്ലേ ആദ്യ പേര്, ചുങ്കസ്ഥലത്തിരിക്കുകയാണ്. ഈ ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ അത്രയും വെറുക്കപ്പെട്ട ഒരാളില്ലെന്ന്. ഓരോരുത്തരും വെറുപ്പോടെ അസ്വസ്ഥതയോടെ നോക്കിക്കണ്ട, അടുത്തെല്ലാം പോലും മടിച്ച ഒരു കൂട്ടരാണ് ആര്? ചുങ്കക്കാർ. അതിൽ പ്രധാനിയാണ് ഇവിടെ ഇരിക്കുന്ന ലേവി. കാരുണ്യത്തിന്റെ വർഷത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയതായ ആഹ്വാനത്തിൽ പറയുകയാണ്, യേശു ലേവിയെ കരുണാർദ്ര സ്നേഹം കൊണ്ട് നോക്കുകയും അവനെ തെരഞ്ഞെടുക്കുകയും ചെയ്തെന്ന്. ഈശോ ലേവിയെ തെരഞ്ഞെടുത്ത് മത്തായി ആക്കിയവനെ കരുണാർദ്ര സ്നേഹത്തോടെ നോക്കുകയും അവനെ തെരഞ്ഞെടുക്കുകയും ചെയ്തെന്ന്. ഫ്രാൻസിസ് പാപ്പ മെത്രാനായിരുന്ന കാലഘട്ടങ്ങളിൽ എടുത്തിരുന്ന ആപ്തവാക്യം അത് തന്നെയായിരുന്നു, കാരുണ്യത്തോടെ നോക്കി തെരഞ്ഞെടുത്തെന്ന്. നമ്മുടെയൊക്കെ ജീവിതങ്ങളെക്കുറിച്ച് സ്നേഹമുള്ളവർ ചിന്തിക്കേണ്ടത് വേറൊന്നുമല്ല, കാരുണ്യത്തോടെ അവൻ എന്നെ നോക്കുന്നുണ്ട്, കാരുണ്യത്തോടെ അവൻ തെരഞ്ഞെടുത്ത് അവൻ്റെതാക്കി എൻ്റെ ജീവിതത്തെ മാറ്റുന്നുണ്ടെന്ന്, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന പുത്രി പുത്ര സ്ഥാനത്തെ അവൻ എനിക്ക് വീണ്ടെടുത്ത് തരുന്നുണ്ടെന്ന്. അതിന് പിന്നിലുള്ളത് എന്താ? അവൻ്റെ അനന്ത കാരുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, കരുണ കാണിക്കാൻ വിളിക്കപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട ജീവിതങ്ങളാണ് നമ്മുടെ ഓരോന്നും ഓർക്കണം. എത്രയോ കുടുംബങ്ങളിൽ, ഒരുപക്ഷെ ദമ്പതികൾ കുടുംബജീവിതം ആരംഭിച്ച നാളുകളിൽ ശാരീരികമായിട്ട് പരിപൂർണ തളർച്ച പ്രാപിച്ച പങ്കാളി, മാനസികമായിട്ട് തളർച്ച ബാധിച്ച് രോഗാതുരമായ പങ്കാളി, അവരുടെയൊക്കെ ജീവിതങ്ങളെ ഉപേക്ഷിക്കാനായിട്ടുള്ള സാധ്യതകൾ മുമ്പിലുണ്ടായിട്ട് വേണ്ടെന്ന് വെച്ച് സകലതും മറന്ന് കാരുണ്യത്തോടെ ശുശ്രൂഷിക്കുന്ന ഒത്തിരി പേരെ അത്ഭുതം കൊണ്ട് നോക്കി നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ അടുത്ത് നിന്ന് അവരൊന്ന് തൊടാൻ കൊതിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയോ?
അവരുടെയൊക്കെ ഉള്ളിലൊഴുകുന്നത് എന്താ? വേറൊന്നുമല്ല, ഈശോമിശിയുടെ കാരുണ്യ. അല്ലേ? ഈശോമിശിയുടെ കാരുണ്യാന്ന്. എത്രയോ ജീവിതങ്ങൾ ഇങ്ങനെ ഈ ലോകത്തിൽ ഈശോമിശിഹായുടെ സാന്നിധ്യമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെ ഇവിടെ സംഭവിക്കുന്ന ദുരന്തങ്ങള്, രോഗപീഠകള്, പെരുകുന്ന അസ്വസ്ഥതകള്, മഹാമാരികള്, ഇവയൊക്കെ എടുത്തുയർത്തിക്കൊണ്ട് ദൈവം ഇല്ല എന്ന്, വിശ്വാസം വ്യർത്ഥമാണെന്ന്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന്, വെറുതെ മനുഷ്യൻ സൃഷ്ടിച്ച ചില വിഡ്ഢിത്തരങ്ങളാണ് മതമെന്ന്, വിശ്വാസമെന്ന്, ദൈവമെന്നൊക്കെ ഒരു ഭാഗത്ത് വെറുതെ ഇങ്ങനെ ഘോരഘോരം പുലമ്പപ്പെടുമ്പോ, പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, ഇതുപോലെ തെരുവീതികളില്, അനാഥാലയങ്ങളില് ഉപേക്ഷിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട, മാനസിക രോഗം ബാധിച്ചവര്, ശരീരത്തിന് തളർച്ച ബാധിച്ചവര്, മനസ്സിന് ബലം നഷ്ടപ്പെട്ടവര്, ജീവിതത്തിൽ സകല തകർച്ചകളിലൂടെ കടന്നുപോയി ഇനി ജീവിക്കണ്ടെന്ന് തീരുമാനമെടുത്ത ആത്മഹത്യകളുടെ മുനമ്പിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടെത്തിയവര്, ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വസിപ്പിക്കുന്ന, അവരെ ശുശ്രൂഷിക്കുന്ന, അവരുടെ ജീവിതങ്ങളിലേക്ക് കരുണാർദ്രമായ സ്നേഹം പകരുന്ന ഒരുപാട് വ്യക്തികൾ, ഇവരെയൊക്കെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താന്ന്? ദൈവം കരുണയാണെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്, അവൻ മരിച്ചിട്ടില്ലെന്ന്, അവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കേണ്ടതില്ലെന്ന്, അവൻ ആത്മാവിൽ ഇന്നും നയിക്കപ്പെടുന്നവനാണെന്ന്, അവൻ അനേകരിൽ വസിക്കുന്നുണ്ടെന്ന് വെളിപ്പെട്ട് കിട്ടുന്ന പ്രിയപ്പെട്ട മക്കള്, വേറൊരു വഴിക്കല്ല കേട്ടോ. കാരുണ്യത്തിന്റെ ജീവിതം നയിക്കുന്ന അനേകരെ നോക്കിക്കാണുമ്പോഴോ നമ്മുടെ ജീവിതങ്ങള് ഈ കാരുണ്യത്തിന്റെ മുഖത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ അനേകര് നമ്മുടെ ജീവിതങ്ങളെ നോക്കി പറയും, ഇത് ഈശോ ജീവിക്കുന്നുണ്ടെന്ന്. സെക്രട്ടറിയുടെ പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്. വിവിധ ഭാഷയിൽ നിന്നും ദേശത്തിൽ നിന്നും വന്നവര് ഒരു യഹൂദന്റെ അങ്കിയിൽ പിടിച്ചിട്ട് പറയും, ഞങ്ങൾ നിന്റെ കൂടെ വരുന്നുണ്ട്, എന്നാൽ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നോക്കണം, ദൈവം നിന്റെ കൂടെയുണ്ടെന്ന്. കാരണം എന്താണ്? അവന്റെ ജീവിതത്തിൽ അവിടുത്തെ കാരുണ്യമുണ്ട്, അവന്റെ ജീവിതത്തിൽ അവിടുത്തെ ആത്മാവുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ പിന്നാലെ വരുന്നു. ക്രിസ്ത്യാനി യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നത് നീ പള്ളിയിൽ പോകുന്നതിന്റെ കണക്കനുസരിച്ചല്ല, നിന്റെ വീടിന്റെ മുമ്പിൽ ക്രിസ്തു ഈ വീടിന്റെ നായകനെന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടല്ല, നിന്റെ വീടിന്റെ ഒരു മുമ്പിൽ ഒരു തിരുഹൃദയത്തിന്റെ ചിത്രം നീ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ടല്ല, മറിച്ച് എന്ത് കണ്ടിട്ടാ പറയേണ്ടത്? നിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന കാരുണ്യത്തിന്റെ പ്രകാശനം ഉണ്ടാകുമ്പോ അത് കണ്ട് മറ്റുള്ളവർ പറയും, ഇത് ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന്. മദർ തെരേസയുടെ, റാണി മരിയുടെ, അൽഫോൻസാമയുടെ, മറ്റനേകരുടെ ജീവിതങ്ങളിൽ പ്രകാശിക്കപ്പെട്ട ദൈവത്തിന്റെ കാരുണ്യം കണ്ടപ്പോ പലരും പറഞ്ഞു, ക്രിസ്തു ഉണ്ടെന്ന്, അവന്റെ അനുകമ്പ ഇന്നും പ്രവഹിക്കുന്നുണ്ടെന്ന്. രോഗപീഠകളോ മഹാമാരികളോ ദുരന്തങ്ങളോ ലോകത്തിൽ ചരിത്രത്തിൽ ഇന്നോളം സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് ഒന്നുകൂടെ വർദ്ധിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെയും കാരുണ്യത്തിന്റെ ഉറവ പറ്റാത്ത ഒരുപാട് സഹോദര സ്നേഹത്തിന്റെ ജീവിതം ഉണ്ടെന്ന്, സാന്ത്വനത്തിന്റെ നിറം പകരുന്ന ജീവിതം ഉണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ, എന്താണ്? ദൈവമാണുള്ളതെന്ന്. സന്തോഷത്തോടെ പറയാവോ ഹല്ലേലൂയ? ഹല്ലേലൂയ. സ്നേഹത്തോടെ പറയാവോ ഹല്ലേലൂയ? ഹല്ലേലൂയ. ജീവിതത്തിന്റെ സങ്കടങ്ങളില്, പ്രതിസന്ധികളില് നോക്കേണ്ടത് വേറെങ്ങോട്ടല്ല കേട്ടോ, അവനിലേക്കാ. കടലിന് മീതെ കടന്നു വരുന്ന കർത്താവിനെ കണ്ടപ്പോ പത്രോസിനൊരു കൊതി. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാനും ഒന്ന് നടന്നോട്ടെ. അങ്ങനെ ഈ കടലിന് മീതെ നടന്നു വരുന്ന പത്രോസ് ചുറ്റുപാടും ഒന്ന് നോക്കും, ഇത് തിരമാലകളൊക്കെ ഇങ്ങനെ ആഞ്ഞടിക്കുക കണ്ടപ്പോ ഒരു ഭയപ്പാട്. ചുറ്റും ഒന്ന് കണ്ണോടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ താണുപോയി. എപ്പോഴാണോ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ കണ്ണുകളിൽ നിന്ന് നീ കണ്ണു പറിക്കുന്നത്, അപ്പോഴൊക്കെ താഴെയാ. പത്രോസിനെയും യൂദാസിനെയും നമ്മൾ കണ്ടെത്തുന്നത് അത് തന്നെയാ. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ മുഖത്തേക്ക് അവൻ കാരുണ്യത്തോടൊന്ന് നോക്കുമ്പോൾ പത്രോസ് പുറത്തു പോയിട്ട് ചങ്കുപൊട്ടി കരയുന്നുണ്ട്. പത്രോസിനുണ്ടായ നന്മ അവൻ ഗുരുവിന്റെ മുഖത്തേക്ക് നോക്കി എന്നുള്ളതാണ്. യൂദാസിന് പറ്റിയ പരാജയം എന്താ? അവൻ അവിടുത്തെ നോക്കാൻ നിന്നില്ല, പിന്നെ എങ്ങോട്ട് നോക്കി? ഒറ്റിക്കൊടുക്കാനായിട്ടുള്ള നാണയം തന്നവരുടെ മുഖത്തേക്ക് നോക്കി. സ്തെഫാനോസ് കല്ലെറിയാമെന്നവരുടെ ക്രൂരമായ മുഖത്തേക്കല്ല നോക്കിയത്, മറിച്ച് എങ്ങോട്ടാ? സ്വർഗത്തിലേക്ക്. അതുകൊണ്ട് സ്വർഗം തുറക്കപ്പെടുന്നത്, ദൈവപിതാവിന്റെ വലത് ഭാഗത്ത് ഈശോ മിശിഹ തന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നത് അവൻ കണ്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ നോക്കേണ്ടത് അവന്റെ കാരുണ്യത്തിന്റെ മുഖത്തേക്കാ. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറയുന്ന കുഷ്ഠരോഗിയും
അവിടുത്തെ കാരുണ്യത്തിന് മുമ്പിൽ കരഞ്ഞപേക്ഷിച്ച് നിൽക്കുന്ന മറ്റനേകരും അനുഭവിച്ചത് അവൻ്റെ കാരുണ്യത്തിൻ്റെ സ്പർശനമാണ്. അവൻ കരുണ തോന്നി കൈനീട്ടി സ്പർശിച്ച് സുഖപ്പെടുത്തിയ രോഗികൾ ഒരുപാട്. പ്രവഹിച്ചിട്ടുള്ള സൗഖ്യം മുഴുവൻ അവൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകാശനമാണ്. ഇന്ന് ഈ കാരുണ്യത്തെ നമ്മൾ ചങ്കിലേക്ക് ഏറ്റുവാങ്ങണം. എന്നിട്ട് നമ്മുടെ പ്രവർത്തികളിൽ മുഴുവനും ഈ ദൈവകാരുണ്യത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കണം. ഈ ദിവ്യകാരുണ്യ സവിതയെ നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഈശോ, നിൻ്റെ കരുണ എൻ്റെ ചങ്കിലൊന്ന് പതിപ്പിക്കണം. ഞാൻ കാരുണ്യത്തിൻ്റെ ഒരാൾ രൂപമായി മാറാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഓരോ ജീവിതവും ആയുസ്സും ആരോഗ്യവും നിന്റെ കരുണയുടെ പ്രകാശനമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ, ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്നിലേക്ക് ചേർത്ത് വയ്ക്കുന്നതോടൊപ്പം ലോകത്തിന്ന് പെരുകുന്ന മഹാമാരിയെയും അത് തീർക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അസ്വസ്ഥതകളെയും അറിയുന്ന നിന്റെ മുമ്പിൽ കർത്താവെ, ലോകത്തിൽ നിന്റെ കാരുണ്യത്തെ വിളിച്ചപേക്ഷിച്ച് വിലപിക്കാനായിട്ട് കടപ്പെട്ടവരെന്ന നിലയിൽ ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോട്, ലോകം മുഴുവനോട് കരുണ തോന്നണേ കർത്താവെ. പെരുകുന്ന തിന്മകളാൽ ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളും അസ്വസ്ഥതകളും സങ്കടത്തോടെ ഞങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഓ ഈശോ, ഈ നിമിഷങ്ങളിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ലോകത്തിലേക്ക് അങ്ങയുടെ കരുണയുടെ മഹാപ്രവാഹം ഉണ്ടാകാൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കർത്താവെ കരുണയോടെ ശ്രവിക്കണമേ. ഈശോയെ, നിന്റെ വലിയ കരുണ ചൊരിയണമേ, നിന്റെ വലിയ സ്നേഹം ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി സ്നേഹത്തോടെ ദൈവകരുണയ്ക്ക് വേണ്ടി എല്ലാ മക്കളും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 കരുണ തോന്നണമേ. യേശുവേ, 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 സൗഖ്യപ്പെടുത്തണമേ. യേശുവേ, 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 സൗഖ്യം പകരണമേ കർത്താവേ, ശക്തി പകരണമേ കർത്താവേ, അഭിഷേകം പകരണമേ കർത്താവേ, രക്ഷ പകരണമേ. ഈശോയേ, ഈശോ, 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 കരുണ തോന്നണമേ ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബങ്ങളോട്, ലോകത്തിലെ പാപത്തിൽ അടിമപ്പെട്ടു പോയ മക്കളോട്, അവരുടെ ബലഹീനതകളെ പ്രതി കരുണ തോന്നണമേ. ആരാധന, 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 കരുണ തോന്നണേ, അലിവു തോന്നണേ, സൗഖ്യമേകണേ നാഥ, ശക്തിയേകണേ. പാപികളും ബലഹീനരമായ ഞങ്ങളുടെ ജീവിതത്തിന്റെ കൊച്ചു നന്മകളെ പരിഗണിച്ച് നിന്റെ കരുണ ചൊരിയണമേ. കർത്താവിന്റെ അനന്ത കരുണയുടെ ആശീർവാദം നമുക്ക് ലഭിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്ത ദൈവിക പ്രവർത്തനം, ദൈവത്തിന്റെ മഹാദാനമായ സൗജന്യദാനമായ കാരുണ്യമാണ്. ഈ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് എല്ലാ ജീവിതങ്ങളിലേക്കും, ഓരോ കുടുംബങ്ങളിലേക്കും, ലോകം മുഴുവനിലേക്കും ഒരത്ഭുത കരുണയുടെ ശക്തി സൗഖ്യമായി, അഭിഷേകമായി, രക്ഷയായി വ്യാപരിക്കട്ടെ. ആഗ്രഹത്തോടെ യേശുവേ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, 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 ഈശോയെ. ലോകം മുഴുവനിൽ നിന്ന് മഹാമാരികളും അസ്വസ്ഥതകളും ദുഃഖ ദുരന്തങ്ങളും ബന്ധനങ്ങളും വിശ്വാസരാഹിത്യവും അന്ധകാര പീഡനങ്ങളും പാപ രോഗ ശാപ ബന്ധനങ്ങളും യേശുവിന്റെ അത്ഭുത കരുണയുടെ ശക്തിയാൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ, നീങ്ങിപ്പോകട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.